പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് പോവാണ്. ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം പേരിനെ കുറിച്ചിട്ടാണ്. സാധാരണഗതിയിൽ എല്ലാവരും ആൺകുട്ടികളിൽ ആ പെരുമാറ്റൽ ചടങ്ങൊന്നും കണ്ടിട്ടില്ല. പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അതുവരെ അച്ഛൻ്റെ പേരായിരിക്കും വാലറ്റം. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛൻ്റെ പേര് മാറ്റിയിട്ട് ഭർത്താവിൻ്റെ പേരായിരിക്കും പിന്നെ വാലറ്റം. അത്തരത്തിലാണ് കണ്ടുവരുന്നത്. ഈ ആൺകുട്ടികൾ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. അതൊന്നും അല്ല ഇപ്പം എൻ്റെ ഒരു വിഷയം. അതായത് അതും വിഷയമാണ്, പക്ഷെ എന്നാലും മെയിൻ കണ്ടിട്ട് ഞാൻ പറയാം. ഒരു കഥ പറയാം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കഥ. ആ ഫ്രണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഒരു പെൺസുഹൃത്താണ്. അവളുടെ കല്യാണം ഏകദേശം 26-ാമത്തെ വയസ്സിലോ 25-ാമത്തെ വയസ്സിലോ കഴിഞ്ഞു. അങ്ങനെ അവൾ ഫസ്റ്റ് മാരേജ് ചെയ്ത ആളുടെ പേര് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവളുടെ പേരിൻ്റെ രണ്ടാമത്തെ, അത് വാലറ്റത്തെ എന്താ പറയുക, വാലറ്റമായിട്ട് അവൾ ചൂസ് ചെയ്തു. അതുവരെ അച്ഛൻ്റെ പേരിലായിരുന്നു അവളുടെ പേര്, പിന്നെ അച്ഛൻ്റെ പേര്, അങ്ങനത്തെ രീതിയിലായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ 1 മാസം 2 മാസത്തിനകം അവൾ പേര് മാറ്റി. ആ ഒരു പേരിലായിരുന്നു അവൾ ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള, അത് ഹസ്ബൻഡിൻ്റെ പേരും കൂടിയിട്ടുള്ളതായിരുന്നു അവളുടെ ഫുൾ പേര്. അങ്ങനെ അവൾ ഇവരുമായിട്ട് എന്തോ റീസൺ കൊണ്ട്, ഫസ്റ്റ് ഹസ്ബൻഡുമായിട്ട് എന്തൊക്കെയോ റീസൺസ് കൊണ്ട് 2 വർഷത്തിന് ശേഷം കണ്ട് പിരിഞ്ഞു, ഡിവോഴ്സായി. അങ്ങനെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉറപ്പായിട്ടും ഫസ്റ്റ് ഹസ്ബൻഡിൻ്റെ പേര് അതിനകത്ത് അവളുടെ പേരിൻ്റെ അറ്റത്ത് ചേർക്കുന്നതിൽ വലിയ അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്തു, ആ പേരങ്ങ് വെട്ടിമാറ്റിയിട്ട് വീണ്ടും അവളുടെ അച്ഛൻ്റെ പേര് തന്നെ അവളുടെ സർനെയിമായിട്ട് വെച്ചു. അങ്ങനെ കാലം കുറച്ച് പോയി. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ വീണ്ടും സെക്കൻഡ് മാരേജ് ചെയ്തു. നല്ല കുഴപ്പമില്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് തോന്നിയിട്ട് അവൾ ചെയ്തു. പക്ഷേ എന്തൊക്കെയോ കൊണ്ട്, പല റീസൺസ് കൊണ്ടും എത്രയോ വർഷങ്ങൾക്ക് ശേഷം അവൾ വീണ്ടും ഡിവോഴ്സായി. അങ്ങനെ എത്ര വർഷം എത്ര മാസമൊന്നും എനിക്കറിയില്ല, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ കറക്റ്റ് കണ്ടന്റ് നോക്കി, മീൻസ് ആ ഒരു മാറ്റർ നോക്കിയാൽ മതി. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവൾ അഗെയിൻ ഡിവോഴ്സായി. സെക്കൻഡ് മാരേജും അവളുടേത് ഫെയിലിയർ ആയിരുന്നു. അങ്ങനെ അവൾ തീരുമാനിച്ചു എനിക്ക് കല്യാണമൊന്നും വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അവളുടെ സെക്കൻഡ് ഹസ്ബൻഡിൻ്റെ പേര് അവളുടെ സർനെയിമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതും അവൾ എടുത്ത് മാറ്റി വീണ്ടും അവളുടെ അച്ഛൻ്റെ പേര് തന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. അപ്പം ഇതാണ് സംഭവം, ഇതാണ് കഥ. അപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് ഇനി ഞാൻ പറയുന്നത്. നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പേരാണ്. ആ പേര് ഇങ്ങനെ പലതവണ മാറ്റിക്കൊണ്ടും ഒരാൾ ലൈഫിലേക്ക് വരുന്നു, അവരുടെ പേരെടുത്തിടുന്നു, അവർ പോയി അതെടുത്ത് കളയുന്നു, വീണ്ടും അച്ഛൻ്റെ പേര് വയ്ക്കുന്നു. പിന്നെ അടുത്ത ഹസ്ബൻഡ് കിട്ടിയപ്പോഴത്തേക്കും അച്ഛൻ്റെ പേരെടുത്ത് മാറ്റുന്നു, വീണ്ടും സെക്കൻഡ് ഹസ്ബൻഡിൻ്റെ പേര്. ഞാനിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അവൾക്ക് കത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ എന്നെ മനസ്സിൽ തെറി വിളിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേര് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ പങ്കാളികൾക്കനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെൻ്റെ ഒപ്പീനിയനാണ്. പിന്നെ ഇപ്പം എൻ്റെ പേര് പറയുകയാണെങ്കിൽ എൻ്റെ പേര് ധനശ്രീ. ഫുൾ നെയിം പറയുകയാണെങ്കിൽ, മീൻസ് എൻ്റെ സർനെയിം പറയുകയാണെങ്കിൽ പള്ളിയത്താണ്. പള്ളിയത്തുള്ളത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുപേരോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ പേരോ ഒന്നുമല്ല. എൻ്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേര്, അമ്മയുടെ വീട്ടുപേരാണ് പള്ളിയത്തുള്ളത്. അപ്പം ആ ഒരു പേര് ഞാൻ കല്യാണത്തിന് ശേഷം ധനശ്രീ വേണമെങ്കിൽ എനിക്ക് ധനശ്രീ രീതിയിലേക്ക് എനിക്ക് മാറ്റായിരുന്നു. പക്ഷെ എനിക്കെന്തോ അതെനിക്ക് താല്പര്യമില്ല. ഈവൻ എൻ്റെ ഭർത്താവാണെങ്കിലും എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല. പിന്നെ എടുത്തു പറഞ്ഞൊരു സംഭവമാണ്, പല ഭർത്താക്കന്മാരും ഭയങ്കരമായിട്ട് ഫോഴ്സ് പോലും ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ്റെ വൈഫിനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ടാണ് പിന്നെ അവളുടെ പേരിലേക്ക് ഇവൻ്റെ പേര് കൂട്ടിച്ചേർത്തത്. അത്തരത്തിലുള്ള ഫോഴ്സിങ് ഒന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോരോ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പം ഞാൻ വില്ലിങ് ആയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ പേര് എൻ്റെ പേരിലേക്ക് ആഡ് ചെയ്യണമെന്ന് എൻ്റെ ഇഷ്ടത്തോടു കൂടി ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ചെയ്യാം. പക്ഷേ ഒരാളെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ട് അത് നേടിയെടുക്കണം എന്നുള്ളത് അത് നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ തിരിച്ച് കണ്ടന്റിലേക്ക് വരാം. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ലൈഫിലൊരു ഷ്യൂരിറ്റി ഇല്ലെങ്കിൽ, ഞാൻ ഇയാളുടെ കൂടെ തന്നെ ലൈഫ് ലോങ് നിൽക്കുന്നുള്ളൊരു ഷ്യൂരിറ്റി ഇല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് പേരുകൾ ചേഞ്ച് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവനവൻ്റെ ഐഡൻറ്റിറ്റി, നമ്മുടെ പേര് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. അത് എന്നേക്കുമായിട്ട് കാത്തു സൂക്ഷിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അതെൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്, എൻ്റെ ഒരു ഒപ്പീനിയനും കൂടിയാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.